അരി കഴുകിയിട്ട് കിട്ടണ സ്റ്റാർച്ച് ഉള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഫേസ് ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ ഫേസ് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. ഇവിടെ ഈ ചേട്ടനും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പോണത് സിറ്റി സെൻട്രിക്കാണ്. ഇവിടെ വന്ന പിന്നെ ചേട്ടന് ബാങ്കിൽ കയറുന്ന ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെയുള്ള വാച്ചുകളുടെ ഫുള്ള് കയറി ഇറങ്ങിയിട്ട് അപ്പോൾ വേറെ ഐറ്റംസ് ഒക്കെ അതൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ അതൊന്നും ഇല്ല കേട്ടോ. വാച്ച് വാങ്ങിക്കാൻ വന്ന വാച്ച് മാത്രം. അപ്പോൾ ദേ ഇവിടെ കാറൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ കടയിൽ കയറിയിട്ട് ഇവിടെ ഒന്നും ഇഷ്ടമായില്ല. അങ്ങനെ ദേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഈ ഒരു വാച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ടൈറ്റൻ്റെ ആണ്. എനിക്ക് ഈ വാച്ചുകളെല്ലാം കൂടി കണ്ടപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടെങ്കിൽ ഈ നെയ്തെടുക്കുന്നത് രാഗം എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡൽ കാണിച്ചു തന്നിട്ട് അതാണ് ഈ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. വാച്ചൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഒന്ന് സൈസ് കുറയ്ക്കലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചധികം സൈസൊക്കെ കുറയ്ക്കേണ്ടി വന്ന് വെട്ടി വാച്ചില്ലാണ്ടായി തുടങ്ങിയിട്ടു. അങ്ങനെ അതിന് വേണ്ടി ചുറ്റി സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ പണി തുടങ്ങിയിട്ടു. അങ്ങനെ ഇവിടെ ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു ആദ്യത്തെ ഇട്ട് നോക്കി. പക്ഷേ എനിക്ക് അപ്പം റെഡി ആയില്ല. പിന്നെ വീണ്ടൊക്കെ നോക്കിയിട്ട് കുറേ കഴിഞ്ഞിട്ടായിട്ട് എല്ലാം റെഡിയായി കിട്ടിയത്. അങ്ങനത്തെ ഈ വാച്ചൊക്കെ കൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഫോണിൻ്റെ കേസൊക്കെ നന്നായിട്ട് നാശമായിട്ട് കേട്ടോ. പിന്നെ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കടയ്ക്ക് വന്നേക്കാണ്. ചേട്ടൻ്റെ 3 ഫോണും പിന്നെ എൻ്റെ 2 ഫോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പം എൻ്റെ സമയമായിട്ടോ. പിന്നെ നെക്സ്റ്റ് കൂടി കയറാണ്ടായത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. വാങ്ങിച്ച സാധനങ്ങളൊക്കെ കറിക്ക് എടുത്ത് വെക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട്. ആ സമയത്ത് ഇവിടെ ചേട്ടൻ മിഠായി ഇരുന്ന് കഴിക്കേണ്ടത്. ഞങ്ങൾ നേരെ വന്ന് പിന്നെ സാംസങ് മന്തിയൊക്കെ രാത്രിയത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കണോ. അങ്ങനെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മെനു കാർഡ് അങ്ങനെ കൂടുതൽ നോക്കേണ്ടി വരാറില്ല കേട്ടോ. ഇവിടുത്തെ ഒരു മുകളായി ചിക്കൻ മന്തി ഉണ്ടാകട്ടോ. ഞങ്ങൾ കൂടുതലും വാങ്ങിക്കാറ്. കൂടുതൽ സൂപ്പൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ പിന്നെ സൂപ്പ് കുടിക്കാറില്ല കേട്ടോ. ചേട്ടൻ സൂപ്പൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അത് ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവിടെ വേസ്റ്റ് എടുക്കാൻ വന്ന വണ്ടിയുമ്പോൾ കൊച്ചിന്ന് എഴുതിയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ലുക്കിമത്തും ചായയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പൂച്ചസാറിനൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ പിന്നെ അകത്ത് കൊണ്ട് വെക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ട്. അങ്ങനെ അതൊക്കെ കൊണ്ടുവച്ചു. ഇപ്പോൾ സമയത്തെ 1:30 ആയിട്ടുണ്ട് കേട്ടോ. ബൈ ഡിയേഴ്സ്.